ഗവർണറുടെ വസതിയായ രാജ്ഭവന്റെ പേര് മാറുകയാണ്. ഇനി രാജ്ഭവൻ ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുക. ഈ മാറ്റത്തിന് പിന്നിൽ ചരിത്രപരമായതും ഒപ്പം രാഷ്ട്രീയവുമായ കാരണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യം ഉപേക്ഷിക്കുക എന്ന ചിന്തയുടെ ഭാഗമായാണ്, ആശയത്തിൻ്റെ ഭാഗമായാണ് രാജ്ഭവൻ എന്ന പേര് ലോക് ഭവനായി മാറ്റുന്നത്. ഏറ്റവും പ്രധാനമായും ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പേരിലേക്ക് വരിക എന്നുള്ള ആശയവും ഇതിന് പിന്നിലുണ്ട്. രാഷ്ട്രീയമായ കാരണം സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, ജനങ്ങളുമായി കുറച്ചുകൂടി അടുപ്പം പുലർത്തുന്ന, അവരുമായി ചേർന്ന് നിൽക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക എന്ന ഒരു മാറ്റവും ഇതിലുണ്ട്. ഏറ്റവും പ്രധാനമായും 2024 രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ, ഗവർണർമാരുടെ യോഗത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തന്നെയാണ് ഇത്തരമൊരു ആശയം, ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പേരുമാറ്റത്തിലേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കഴിഞ്ഞ 25-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ അസം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പേരുകൾ മാറിയിട്ടുമുണ്ട്. ഒപ്പം ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ് നിവാസ് ഇനി ലോക് നിവാസ് എന്നും അറിയപ്പെടും. പേരുമാറ്റം നാളെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗോവയിലാണുള്ളത്. നാളെ കേരളത്തിലെത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കും. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.